ഈ ദുനിയാവ് നമ്മെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ ആരോടും പറയാൻ കഴിയാത്ത സങ്കടങ്ങൾ നമ്മുടെ ഉള്ളിൽ പുകയുമ്പോൾ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ പോയി കരയാതിരിക്കുമോ? നമ്മുടെ കണ്ണീരിന് വില തരാൻ അവർക്കാർക്കും കഴിയില്ല. ഈ ദുനിയാവിൽ നമ്മെ കേൾക്കാൻ ആരുമില്ലെന്നും മാനസികമായി നാം വല്ലാതെ ഒറ്റപ്പെട്ടു പോയെന്നും തോന്നുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ നാമം നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കൂ. ആരും ശ്രദ്ധിക്കാത്തപ്പോഴും നമ്മെ കാത്തു സൂക്ഷിക്കേണ്ടവൻ അള്ളാഹുവാണ്. പ്രിയപ്പെട്ടവരെല്ലാം നമ്മെ ഇട്ടേച്ചു പോകുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവൻ നമ്മുടെ റബ്ബ് മാത്രമാണ്. നമ്മൾ വല്ലാതെ തളർന്നുറങ്ങുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിയന്ത്രിക്കുന്നതും അവനാണ്. യാ വലിയു യാ അല്ലാഹ്, സംരക്ഷകനായ രക്ഷിതാവേ. യാ വലിയ യാ അല്ലാഹ്, സംരക്ഷകനായ രക്ഷിതാവേ. യാ വലിയ യാ അല്ലാഹ്, ഈ നാമം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യാം. യാ വലിയായ എൻ്റെ പ്രിയപ്പെട്ട റബ്ബേ, ഈ വിശാലമായ ദുനിയാവിൽ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോവുകയാണെന്ന് തോന്നുകയാണ്. എൻ്റെ സങ്കടങ്ങൾ കേൾക്കാനോ എന്നെ മനസ്സിലാക്കാനോ ആരുമില്ല റബ്ബേ. ഇനി എൻ്റെ ജീവിതം, എൻ്റെ സങ്കടങ്ങളും എൻ്റെ ഭാവിയുമെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. നീ എൻ്റെ കൈ പിടിക്കണമേ. എന്നെ നീ ആർക്കും കൊടുക്കരുതേ റബ്ബേ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെറുമൊരു എണ്ണത്തിൻ്റെ പേരിൽ നാവിൻ തുമ്പും കൊണ്ട് മാത്രം ചൊല്ലേണ്ടതല്ല, മറിച്ച് പൂർണ്ണമായ ആത്മാർത്ഥതയോടെ മനസാന്നിധ്യത്തോടെ റബ്ബിൻ്റെ മുന്നിൽ വല്ലാതെ താഴ്മയോടെ നമ്മുടെ നിസ്കാരങ്ങളിലെ രാത്രികളിലെ നിസ്കാരങ്ങളിലും സുജൂദുകളിലും അല്ലെങ്കിൽ വികാരങ്ങൾ വല്ലാതെ അടക്കാനാവാതെ നെഞ്ചു പൊട്ടുമ്പോഴോ ആ തിരുനാമങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കൂ. എണ്ണത്തിലല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലാണ് കാര്യം. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്. അത്യന്തം ദയാലുവായവൻ, സൂക്ഷ്മജ്ഞാനി. ജീവിതം വല്ലാതെ കഠിനമായി തോന്നുമ്പോൾ ഒട്ടും ദാക്ഷിണ്യമില്ലാത്ത ഈ ദുനിയാവിൽ നാം ഒറ്റപ്പെട്ടെന്നുവെന്ന് കരുതുമ്പോൾ ഒരിക്കലും നമ്മളെ നമ്മോട് കൈവിടാത്ത നമ്മുടെ റബ്ബിനോട് ഈ നാമം വിളിച്ച് പ്രാർത്ഥിക്കൂ. അള്ളാഹുവിൻ്റെ കാരുണ്യം പലപ്പോഴും വരുന്നത് വലിയ ശബ്ദത്തോടെയല്ല, മറിച്ച് ആരും കാണാതെ വളരെ നിശബ്ദമായാണ്. നാം പോലും അറിയാത്ത വഴികളോടെ അവൻ നമുക്ക് ആശ്വാസം തരും. താങ്ങാൻ കഴിയുന്നില്ലെന്ന് കരുതിയ സങ്കടങ്ങളെ അവൻ പതുക്കെ ലഘൂകരിച്ചു തരും. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ നാമം യാ ലത്തീഫായ അള്ളാഹുവേ, ഈ ദുനിയാവിലെ മനുഷ്യരും സാഹചര്യങ്ങളും എന്നെ വല്ലാതെ ശ്വാസം മുട്ടിക്കുമ്പോഴും നിൻ്റെ നിശബ്ദമായ കാരുണ്യം കൊണ്ട് എന്നെ നീ ചേർത്ത് പിടിക്കണമേ. എനിക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തന്ന് നീ എന്നെ കൈവിട്ട് കളയല്ലേ റബ്ബേ. നിൻ്റെ തിരുനാമത്തിൽ എൻ്റെ മനസ്സിന് നീ വല്ലാത്തൊരു ആശ്വാസം നൽകണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ റബ്ബ് കാണുന്നുണ്ടെന്ന് ഒരു വലിയ ആശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കൂ, നമ്മെ തോൽപ്പിക്കാൻ ഈ ദുനിയാവിൽ ആർക്കും കഴിയില്ല, ഒന്നിനും കഴിയില്ല. കാരണം പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ റബ്ബാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് റബ്ബിൻ്റെ മുമ്പിലേക്ക് സുജൂദിൽ വീഴൂ. ആരും കാണാതെ നിൻ്റെ റബ്ബിനെ നെഞ്ചു പൊട്ടി ഈ തിരുനാമങ്ങൾ വിളിച്ച് അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയൂ. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അത് കേൾക്കുക തന്നെ ചെയ്യും. നമ്മുടെ